വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ അതായത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവര് ഒത്തിരി കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അതിന്റെ ഷോർട്ട് നോട്ടീസ് ആണ് വന്നിരിക്കുന്നത്. അധികം താമസിച്ചാൽ തന്നെ അതിന്റെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റും കാര്യങ്ങളെല്ലാം വരും. അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ തുടക്കത്തിലെ ഞാൻ പറയട്ടെ, ഫുള്ള് കാണുക. ഇത് ആഗ്രഹിക്കുന്നവർ ഇത് ഫുള്ള് കാണുക. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും, അതായത് ആപ്ലിക്കേഷൻ അയക്കുന്നത് മുതൽ അതിന്റെ ക്രൈറ്റീരിയയും ഏജ് റിലാക്സേഷനും ഫീസ് സ്ട്രക്ചറും സിലബസും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അപ്പം പറയാനായിട്ട് പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഓക്കെ, അതിന് കീഴിലുള്ള അല്ലെങ്കിൽ അതിന്റെ ബേസിസിൽ നടത്തുന്ന അല്ലെങ്കിൽ ഒരു ഏജൻസിയാണ് നമ്മുടെ IB അല്ലെങ്കിൽ ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റലിജൻസ് ബ്യൂറോയിൽ എപ്പോഴും വിളിക്കുന്ന 1.5 വർഷം 2 വർഷത്തിനിടയ്ക്കൊക്കെ സ്ഥിരം വിളിക്കുന്ന ഒരു പോസ്റ്റാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഇത് അറിയാത്തവര്, IBയെ കുറിച്ച്, ഇന്റലിജൻസ് ബ്യൂറോയെ കുറിച്ച് അറിയാത്തവര്, ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടിയുടെ ട്രിവാൻഡ്രത്ത് പേട്ടയിൽ ഉണ്ടായ ഒരു പെൺകുട്ടിയുടെ ട്രെയിൻ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ, ആ പെൺകുട്ടി മരണപ്പെട്ടതും അയാളുടെ ബോയ് ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്തതും അങ്ങനെ പിരിച്ചുവിടാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടാക്കിയ ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്തവർ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, അല്ലാതെ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഏറ്റവും നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോബാണ് ഈ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഈ ജോബ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അതായത് അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ, ACIO എന്നാണ് ചുരുക്കി നമ്മൾ അതിനെ വിളിക്കാറുള്ളത്, ആ പോസ്റ്റിനെ വിളിക്കാറുള്ളത്. ഇത് നമ്മുടെ GSTയിലേക്കുള്ള ഏകദേശം ഓഫീസർ ഗ്രേഡ് ലെവൽ പോസ്റ്റിന് തുല്യതയുള്ള ഒരു പോസ്റ്റാണ്. വളരെ ബിഗ് സാലറിയാണ്. അതിന്റെ കാര്യങ്ങളെല്ലാം വഴിയെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, സുഹൃത്തുക്കളിലേക്ക്, ബന്ധുക്കളിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. അഡ്മിഷൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. CTET, അതുപോലെ തന്നെ KTET, അതുപോലെ തന്നെ KBSന്റെ എല്ലാ ബാച്ചുകളും, NBS, DSSP, EMRS, LPUP ലോങ് ടേം, ഇത്തരത്തിലുള്ള കോഴ്സുകളുടെ ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾക്ക് അതിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, കമന്റ് സെക്ഷനിൽ ചോദിക്കാം, അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന ഏതെങ്കിലും നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചന്വേഷിക്കാതെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം അധികം താമസിക്കാതെ തന്നെ നമ്മുടെ ഈ പോസ്റ്റിലേക്ക് വരാം, ഈ കാര്യങ്ങളിലേക്ക് വരാം. അപ്പം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, നിങ്ങളിപ്പോ ഇപ്പൊ ഈ സൈറ്റ് നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വേക്കൻസി നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ പറ്റത്തില്ല. അതായത് MHA.gov.in MHA.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കാനും മറ്റുമൊക്കെ കയറേണ്ടത്. ഇതാണ് ആ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഇതിലാണ് നമ്മൾ കയറേണ്ടത് ഇന്റലിജൻസ് ബ്യൂറോയിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഈ മാസം 19-ാം തീയതി മുതലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വന്ന് തുടങ്ങത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് എംപ്ലോയ്മെന്റ് ന്യൂസിൽ ഇപ്പൊ ഒരു ഷോർട്ട് നോട്ടീസ് ആയിട്ട് ഈ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഇന്റലിജൻസ് ബ്യൂറോ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ആ ഷോർട്ട് നോട്ടീസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഓക്കെ, ഇന്റലിജൻസ് ബ്യൂറോ, ഓക്കെ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, അവര് എംപ്ലോയ് ന്യൂസിൽ കൊടുത്ത ഒരു ഷോർട്ട് നോട്ടീസ് ആണിത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് എല്ലാവരും ഇത് താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും ഇത് കാണുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 3717 വേക്കൻസികളാണ് വിളിച്ചിട്ടുള്ളത്. 3717 വേക്കൻസിയാണ് ഇതില് നമ്മുടെ IB ഇന്റലിജൻസ് ബ്യൂറോയില് ഇപ്പൊ വിളിച്ചിരിക്കുന്നത്. ഇപ്പൊ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ബാക്കിയുള്ള അതർ ഡീറ്റെയിൽസും മറ്റുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. ഓക്കെ, ഇന്റലിജൻസ് ബ്യൂറോ ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ACIO ആണ്. ACIO എക്സിക്യൂട്ടീവ്സ്. ഓക്കെ,
അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ. ഓക്കെ, അപ്പം ഇതിന്റെ നോട്ടിഫിക്കേഷൻ അയക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജൂലൈ 19 മുതലാണ് സ്റ്റാർട്ട് ആവുന്നത്. ജൂലൈ 19 മുതലാണ് ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ആവുന്നത്. നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത് ഇന്നാണ് അത് 14 തീയതിയാണ് റിലീസ് ചെയ്തത്. ഇന്നാണ് ഇത് റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ഡേറ്റ് റിലീസ് ചെയ്തിട്ടുള്ളത് ഇന്നാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. 14 ജൂലൈയിലാണ് റിലീസ് ചെയ്തത്. അത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓൺലൈൻ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓൺലൈൻ സ്റ്റാർട്ട്സ്. ഓക്കെ, ഓൺലൈൻ സ്റ്റാർട്ട്സ് എന്ന് പറയുന്നത് ജൂലൈ 19 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇത് അയക്കേണ്ട ഓർത്ത് വെച്ചിടുക, എല്ലാവരും ഓർത്ത് വെച്ചിടുക. ഇത് അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1 മാസം നിങ്ങൾക്കുണ്ട്. അതായത് ഇതിന്റെ ഫീസ് അടയ്ക്കേണ്ടതും ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴി അയക്കേണ്ടതുമായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 10th ഓഗസ്റ്റ് ആണ് കേട്ടോ. ഏകദേശം അപ്രോക്സിമേറ്റ്ലി 1 മാസം. 10th ഓഗസ്റ്റ് ആണ്. 10th ഓഗസ്റ്റ് 2025 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 10th ഓഗസ്റ്റ് 2025 ആണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ 2 കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. ടോട്ടൽ വേക്കൻസി, അതിന്റെ സാലറി സ്കെയിലും ടോട്ടൽ വേക്കൻസി കാര്യങ്ങളും. സാലറി സ്കെയിൽ ആദ്യമേ പറയാം. അതായത് ഇത് ഞാൻ പറഞ്ഞു, അതായത് GST സർവീസിൽ ഓഫീസർ ഗ്രേഡ് പോസ്റ്റിന്റെ സാലറിയാണ്. ഇതിന്റെ സ്കെയില് ലെവൽ 7 ആണ്. 44,900, 1,42,000. അതിന്റെ DAയും മറ്റും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ ഏകദേശം 90,000, 1 ലക്ഷത്തോളം രൂപ സാലറി വരുന്ന ഒരു പോസ്റ്റാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 3,717 വേക്കൻസിയാണ്. ടോട്ടൽ വേക്കൻസി 3,717 വേക്കൻസിയാണ് ടോട്ടൽ എന്ന് പറയുന്നത്. അതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അൺറിസർവ്ഡ് ആയിട്ട് 1,537 വേക്കൻസി, SC 566, ST 226, OBC 946. OBC നോൺ ക്രിമിലിയർ എന്ന് പറയുന്നത് 946 വേക്കൻസി ഉണ്ട്. EWSന് 442 വേക്കൻസിയാണ്. EWSന് 442 വേക്കൻസിയാണുള്ളത്. ഓക്കെ, ഇതാണ് അതിന്റെ വേക്കൻസി പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ ഏജ് വൈസ് ഉള്ള ഏജ് കാര്യങ്ങളാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്നുള്ള കാര്യം അറിയാം. അപ്പം അത് പറഞ്ഞുതരാം. ഏജിന്റെ കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസും പറഞ്ഞുതരാം. ഇതിന്റെ മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. ഓക്കെ, ഏജ് ലിമിറ്റ് മിനിമം ഏജ് 18ഉം മാക്സിമം 27 ഇയേഴ്സ് ആണ്. 27 വയസ്സുമാണ് മാക്സിമം എന്ന് പറയുന്നത്. അതായത് 10/8/2025 വെച്ചിട്ടാണ് ഡേറ്റ് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ റിലാക്സേഷനും മറ്റു കാര്യങ്ങളുണ്ട്. അതായത് ഓരോരുത്തർക്കുള്ള റിലാക്സേഷൻ ഉണ്ട്. ആ റിലാക്സേഷൻ പറഞ്ഞുതരാം. റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ SC ST 5 ഇയർ റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ 27 എന്ന് പറയുന്നത് 32 വയസ്സ് വരെ SC ST അപ്ലൈ ചെയ്യാം. OBC എന്ന് പറയുന്നത് 27 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി ഈ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റൽ റെഗുലർ സർവീസ് 3 വർഷം ഉള്ളവർക്ക് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ വിഡോസോ ഡൈവോഴ്സ് വുമൻസോ അല്ലെങ്കിൽ ജുഡീഷ്യലി സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് അൺറിസർവ്ഡ് 35 വയസ്സും OBCക്ക് 38 വയസ്സും SC ST 40 വയസ്സുമാണ് അതിന്റെ പ്രായ പരിധി എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് സർവീസ്മാന് ആസ് പെർ ഗവൺമെന്റ് റൂൾ പ്രകാരമായിരിക്കും എക്സ് സർവീസ്മാന്റെ ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത്. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്ക് ഗ്രാജുവേഷൻ ഓൺലി ഡിഗ്രി മാത്രം മതി നിങ്ങൾക്ക്. അതിന്റെ പെർസെന്റേജോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഡിഗ്രി പാസ്സായാൽ മതി. ഓക്കെ, ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലി ഡിഗ്രി ആണ്, ഗ്രാജുവേഷൻ ആണ്, ഓൺലി ഡിഗ്രി ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡിസൈറബിൾ ആയിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അറിയാമെങ്കിൽ, ഇപ്പൊ കമ്പ്യൂട്ടർ അറിഞ്ഞുകൂടാത്ത ആരും ഉണ്ടാകത്തില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രവർത്തിക്കാനും ഇതിന്റെ ഫണ്ടമെന്റൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ അതൊരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ കാണുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഫ്രഷ് ഡിഗ്രി. ഓക്കെ, ഡിഗ്രി ആണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോറി. ഓക്കെ, അപ്പൊ അതാണ്. പിന്നെ ഇതില് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ PWBD, അതായത് ഇപ്പൊ ദിവ്യാംഗനർ എന്നാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കാറുള്ളത്. അതായത് വികലാംഗർ എന്ന് സൂചിപ്പിക്കാറില്ല, ദിവ്യാംഗനർ എന്നാണ് നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളത്. വികലാംഗർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഇതിന്റെ എക്സാമിനേഷൻ അല്ലെ. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു എന്ന് കരുതുന്നു. ഇതിന്റെ എക്സാമിനേഷന്റെ ഷെഡ്യൂളാണ് ഇനി നിങ്ങളോട്
പറയേണ്ടത് എങ്ങനെയാണ് ഇതിന്റെ എക്സാം നടത്തുന്നുള്ളത്. അപ്പം ഇതൊരു 3 ഘട്ടമായിട്ടാണ് എക്സാം നടത്തുന്നത്. ഇതിൽ 3 ഘട്ടങ്ങളായിട്ടാണ് എക്സാം നടത്തുന്നത്. അതായത് ടയർ 1, ഓക്കെ, ടയർ 1, ഓക്കെ, ടയർ 2 ആൻഡ് ടയർ 3. ഓക്കെ, ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് എക്സാം നടത്തുന്നത്. ടയർ 1 എന്ന് പറയുന്ന ഒരു CBT മോഡൽ ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ് ടയർ 1 എന്ന് പറയുന്നത്. ടയർ 2 എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം ആണ്. ടയർ 3 എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. ഇത് രണ്ടും വളരെ കാര്യമാക്കേണ്ടതില്ല, വളരെ സിമ്പിൾ ആയിട്ട് ഈ സാധനം ടയർ 1 നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ബാക്കി 2 ഓട്ടോമാറ്റിക് ആയിട്ട് കയറി പൊയ്ക്കോളും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ആ ടയർ 1ലേക്ക് വരുമ്പോൾ എന്താണ് അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 മാർക്കിന്റെ എക്സാംസ് ആണ് ടയർ 1ലേക്ക് വരുന്നത്. ടയർ 1 100 മാർക്കിന്റെ എക്സാം ആണ്. ടയർ 2 ഞാനിപ്പോ പറഞ്ഞു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ്. ഓക്കെ, ടയർ 2 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ്. ടയർ 3 എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. ഓക്കെ, ഇനി ടയർ 1 എല്ലാത്തിലും നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 1/4 ആണ് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, 1/4 ആണ്. 4 തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് പോവും എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം 1/4 ആണ് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ടയർ 1ന്റെ സിലബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഉണ്ട്. നോർമൽ ആയിട്ട് സാധാരണ നമ്മൾ മറ്റെല്ലാ എക്സാമിനും പഠിക്കുന്നത് പോലുള്ള സാധാരണ ഇംഗ്ലീഷ്, ഗ്രാമറും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കോമൺ ആയിട്ടുള്ള PSCയുടെയും UPSCയുടെ ഒക്കെ സാധാരണ കോമൺ ഇംഗ്ലീഷ് 20 മാർക്കിന്. ഓക്കെ, 1 മണിക്കൂർ എക്സാംസ് ആണ്. അതുപോലെ തന്നെ റീസണിങ്ങും ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സും മെന്റൽ അബിലിറ്റിയും ഒക്കെ ആയിട്ട് ചേർന്നിട്ടുള്ള 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. പിന്നെ ജനറൽ സ്റ്റഡീസ്, നമ്മുടെ GK പോർഷൻസ് 20 മാർക്ക്. റീസണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനസിക അഭിരുചി പരീക്ഷയാണ്. റീസണിംഗ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 20 മാർക്ക്. ഞാൻ മാത്സ് നമ്മളെ പറഞ്ഞുപോയി, മാത്സ് താഴെ ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അപ്പൊ ജനറൽ സ്റ്റഡീസ് 20 മാർക്ക്. ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അതാണ് നമ്മുടെ മാത്സ് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് മാത്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്സ് 20 മാർക്ക്. കറണ്ട് അഫയേഴ്സും 20 മാർക്ക്. ഓക്കെ, കറണ്ട് അഫയേഴ്സും 20 മാർക്കാണ്. ഓക്കെ, അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 100 മാർക്കിനാണ് ഈ ടയർ 1 എക്സാംസ്, 1 മണിക്കൂർ എക്സാംസ്. ഇനി ടയർ 2 എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണ് ടയർ 2 എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ആണ് ടയർ 2 എന്ന് പറയുന്നത്. ആ ടയർ 2ലേക്ക് വരുമ്പോഴത്തേക്ക് 50 മാർക്കിന്റെ എക്സാം ആണ് ടയർ 2 എന്ന് പറയുന്നത്. 50 മാർക്കിന്റെ എക്സാം ആണ് ടയർ 2 എക്സാം എന്ന് പറയുന്നത്. 50 മാർക്കില് 20 മാർക്കിന്റെ essay ക്വസ്റ്റ്യൻസും 20 മാർക്കിന്റെ essay. ഓക്കെ, essay ക്വസ്റ്റ്യൻസ്. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, ഇംഗ്ലീഷ് അതായത് ഒരു പാരഗ്രാഫ് ഒക്കെ തന്നിട്ട് അതിൽ നിന്ന് കണ്ടെത്താനും മറ്റുമൊക്കെയുള്ള ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ളതും മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ബാക്കിയുള്ള മറ്റ് എക്സാംസിനൊക്കെ എഴുതുന്ന പോലെ കേട്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള എക്സാംസ് ഒക്കെ എഴുതുന്ന പോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ 10 മാർക്ക്. ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻസ് കാണും 10 മാർക്ക് വെച്ചിട്ട്. അങ്ങനെയാണ് 20 മാർക്ക്. 20, 10, 30, 40, 50. ഓക്കെ, അതായത് ഇവിടെ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. 2 ക്വസ്റ്റ്യൻസ് ലോങ് ആൻസർ ടൈപ്പ് 2 ക്വസ്റ്റ്യൻസ് 10 മാർക്ക് വെച്ച്. ഓക്കെ, ഇതാണ് 50 മാർക്കിന്റെ എന്ന് പറയുന്നത്. ഇതില് വരുന്നത് ആ ലോങ് ആൻസർ, ഇതില് ഈ വരുന്ന ഈ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പില് ഈ 50 മാർക്കിൽ വരുന്ന പോർഷൻസ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ മോളിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്നും ഇല്ല. കറണ്ട് അഫയേഴ്സ് വരാം, എക്കണോമിക്സ് ഉണ്ട്, ഇന്ത്യൻ എക്കണോമിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ സോഷ്യോളജി, അതായത് സോഷ്യോ പൊളിറ്റിക് ആയിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതിന്റെ ഇഷ്യൂസ് കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ആ പോർഷൻസ് എന്ന് പറയുന്നത് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ essay 20 മാർക്കിംഗ്, പിന്നെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ 10 മാർക്ക്, ബാക്കി സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് എത്ര മാർക്കാണ്? 20 മാർക്ക്. 10 വെച്ചിട്ടുള്ള 20 മാർക്ക്. ഇനി ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ റിട്ടൺ എക്സാംസ് ഉണ്ടല്ലോ 100 മാർക്കിന്റെ ആദ്യത്തെ 1 അവറിലുള്ള 100 മാർക്കിന്റെ മുകളിൽ പറഞ്ഞ റിട്ടൺ എക്സാംസ്, അത് പാസ്സാവാൻ വേണ്ട മുകളിൽ പറഞ്ഞ ഈ 100 മാർക്ക് റിട്ടൺ എക്സാംസ് പാസ്സാവാൻ വേണ്ട മാർക്കിന്റെ ഒരു പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺറിസർവ്ഡ്. ആദ്യത്തെ ടയർ 1 അൺറിസർവ്ഡിന് 35%, അതുപോലെ തന്നെ OBC ആൻഡ് EWS 34, SC/ST കാറ്റഗറിക്ക് 33. ഇതാണ് ടയർ ഫസ്റ്റിന്റെ മാർക്കിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത്, പാസ്സാകാൻ വേണ്ട മാർക്കിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് നമ്മുടെ ടയർ 2 ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എക്സാംസിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 33% ആണ് വേണ്ട കേട്ടോ, 33% ആണ്.
അതിന് വേണ്ടത് 33%. അതായത് 33% 50 മാർക്കിൽ ടോട്ടൽ 50 നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ട മാർക്ക് 37% ആണ്. 37% 50 37 മാർക്കല്ല കേട്ടോ. 100 വരുമ്പോഴാണ് മുകളിൽ 100 മാർക്ക്. അപ്പം 100% പറയുമ്പോഴത്തേക്ക് അൺറിസർവ്ഡ് 35 മാർക്ക്, OBC EWC 34 മാർക്ക്, SC ST 31 മാർക്ക്. അത്ര മതി. ഓക്കെ, അത് 100 എടുക്കുമ്പോ ഇവിടെ 50 ആണല്ലോ. 50 അതിന്റെ പകുതി അപ്പൊ 17 അല്ലേ? ഏകദേശം ഔട്ട് ഓഫ് 50 17 മാർക്ക് വാങ്ങിക്കണം നിങ്ങൾ. ഓക്കെ, 50 17 മാർക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, സിമ്പിൾ ആണെന്ന് പറഞ്ഞത്. പിന്നെ ഉള്ളത് നമ്മുടെ സാധാരണ നോർമൽ ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ എന്താ പറയാ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സിലബസ് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി അതിന്റെ സാലറി ഞാൻ നേരത്തെ പറഞ്ഞു 44,900, 1,42,000. ഓക്കെ, അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് പേ മാട്രിക്സ് വിത്ത് അലവൻസസ് കാര്യങ്ങള്. അതുപോലെ താഴെ കൊടുത്തിട്ടുണ്ട് സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസസ് 20% ഓഫ് ബേസിക് പേ ഇൻ അഡീഷൻ ടു അതർ ഗവൺമെന്റ് അലവൻസസ്, cash compensation, leave of duty performed on holidays subject to ceiling of 30 days. അതെല്ലാം കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ സാലറി എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷത്തിനടുത്ത് 90,000 1 ലക്ഷം രൂപ. ഓക്കെ, 90,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ് നമ്മുടെ സാലറി എന്ന് പറയുന്നത് കേട്ടോ. തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ബൈ ഹാൻഡ് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. അപ്പൊ ബിഗ് സാലറി ആണ്. വളരെ ഭീകരമായ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഡിഗ്രി മാത്രമേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള എക്സാമുകളാണ്. നിങ്ങൾ ഇപ്പം പലതരത്തിലുള്ള എക്സാമുകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ തന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത്. പുതുതായിട്ടൊന്നും വരുന്നില്ല. പിന്നെ കറണ്ട് അഫയേഴ്സ് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, എക്കണോമിക്സ് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുക. ബാക്കിയുള്ള എല്ലാം കോമൺ ആയിട്ടുള്ളതാണ്. ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും ജനറൽ സ്റ്റഡീസും റീസണിങ്ങും ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷും കാര്യങ്ങളെല്ലാം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വെയിറ്റ് ചെയ്തിരിക്കുക. 19-ാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ. ഓക്കെ, തീർച്ചയായിട്ടും എല്ലാവരും ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏജ് അപേക്ഷിക്കാൻ പറ്റുന്ന എല്ലാവരും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുകയും ചെയ്യുക. മറക്കരുത് ഒരിക്കലും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങളോട് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി ഇതിന്റെ ക്ലാസ്സുകളും മറ്റുള്ള വിവരങ്ങളും അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ ക്ലാസ്സുകൾ എങ്ങനെയാണ്, ക്ലാസ്സുകൾ ഉണ്ടോ, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും എൻക്വയറി അനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ടും വേണ്ട നിങ്ങളത് അപ്ലൈ ചെയ്യാനായിട്ട് തയ്യാറാകുക എന്നുള്ളതാണ്, ഏജ് ബേസ് നോക്കിയിട്ട്. ഓക്കെ, റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അപ്പം എനിവേ എന്തായാലും മറ്റുള്ള പോസ്റ്റുകളിലൊക്കെ ഇപ്പൊ നമ്മുടെ KVS-ഉം NVS-ഉം EMRS ഒക്കെ ഉടനെ വിളിക്കും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കേറ്റിട്ട് വിളിച്ചിട്ടുണ്ട്, സീറ്റിട്ട് വിളിക്കാൻ പോകുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ അഡ്മിഷനും കാര്യമായിട്ട് ബന്ധപ്പെട്ട് താഴേക്കാവുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെയും ലൈക്കിലൂടെയൊക്കെ അറിയിക്കുക. തീർച്ചയായിട്ടും ആദ്യം കാണുന്നവരത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വന്ദേ മാതരം. ജയ് ഹിന്ദ്.